നമസ്കാരം. നാഗ്പൂരിലെ സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡ് സജ്ജമാക്കിയ ലോയിറ്ററിംഗ് മ്യൂണിഷൻ ടെസ്റ്റ് റേഞ്ച് ഇക്കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 1080 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന പരീക്ഷണയിടമായ ലോയിറ്ററിംഗ് മ്യൂണിഷൻ ടെസ്റ്റ് റേഞ്ച് ശ്രേണിക്ക് ഒരു പ്രത്യേക കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ, ആളില്ലാ വിമാനങ്ങൾക്കും ഡ്രോണുകൾക്കുമായുള്ള UAV ടേക്ക് ഓഫ് ഏരിയ, എൻഡുറൻസ്, കമ്മ്യൂണിക്കേഷൻ റേഞ്ച് തുടങ്ങി നിരവധി സൗകര്യങ്ങളാണുള്ളത്. ലോയിറ്ററിംഗ് മ്യൂണിഷൻ ടെസ്റ്റ് റേഞ്ച് പ്രതിരോധ മേഖലയിൽ സ്വാശ്രയത്വം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനാനന്തരം സമൂഹ മാധ്യമമായ എക്സിലൂടെ കുറിച്ചു. സൂയിസൈഡ് ഡ്രോണുകൾ എന്ന് വിളിക്കപ്പെടുന്ന ലോയിറ്ററിംഗ് യുദ്ധോപകരണങ്ങൾ ഒരു ലക്ഷ്യകേന്ദ്രത്തെ കുറച്ചുനേരം ചുറ്റിത്തിരിയുന്നതിനും കൃത്യമായ ആക്രമണ രീതിയിലൂടെ അതിനെ നശിപ്പിക്കുന്നതിനും രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ്. ഈ സംവിധാനം സൈനികരുടെ ജീവന് ഭീഷണിയാകുന്നില്ല എന്ന സവിശേഷതയുമുണ്ട്. സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡ് സജ്ജമാക്കിയിരിക്കുന്ന ലോയിറ്ററിംഗ് മ്യൂണിഷൻ ടെസ്റ്റ് റേഞ്ചിന്റെ ഉദ്ഘാടനത്തിനൊപ്പം വ്യത്യസ്ത ഉയരത്തിലും ദൂരപരിധിയിലും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന വിവിധതരം ആകാശ സംവിധാനങ്ങളുടെ പരീക്ഷണങ്ങൾക്കും വികസനത്തിനുമായി ഈ കമ്പനി പുതുതായി നിർമ്മിച്ച 1250 മീറ്റർ നീളവും 25 മീറ്റർ വീതിയുമുള്ള എയർ സ്ട്രിപ്പും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. ഡ്രോണുകൾ, കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങൾ, ഊർജ്ജസ്വലമായ പ്രതിരോധ വസ്തുക്കൾ എന്നിവ പോലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ നിർമ്മിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു വരുന്ന കമ്പനിയാണ് നാഗ്പൂരിലെ സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡ്. ഈ കമ്പനിയുടെ പിനാക റോക്കറ്റ് സിസ്റ്റം, എയർ ബോംബുകൾ, മൈനുകൾ, ഗ്രനേഡ്, മിലിറ്ററി സ്ഫോടക വസ്തുക്കൾ, ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ, നാഗാസ്ട്ര 1 and 2 ലോയിറ്റർ മ്യൂണീഷനുകൾ തുടങ്ങി നിരവധി സോളാർ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന ഗാലറിയും പ്രധാനമന്ത്രി സന്ദർശിക്കുകയുണ്ടായി. ഒപ്പം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളായ ലോയിറ്റർ മ്യൂണീഷൻ അഥവാ നാഗാസ്ത്ര 3, മൈൻ മിസൈൽ അധിഷ്ഠിത കൗണ്ടർ ഡ്രോൺ സിസ്റ്റമായ ഭാർഗവാസ്ത്ര, ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന സ്ഫോടന വസ്തുക്കളും മറ്റ് ആക്രമണ സംവിധാനങ്ങളും കണ്ടെത്തി നിർവീര്യമാക്കുന്നതിനുള്ള ഭൗമാസ്ത്ര എന്നിവയും പ്രധാനമന്ത്രി നേരിൽ കണ്ട് വിലയിരുത്തുകയുണ്ടായി. പുതിയ ഒരു ആളില്ല ആകാശ സംവിധാനം വികസിപ്പിക്കുന്നതിനുള്ള വലിയൊരു ശ്രമം കമ്പനി ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ടെന്നും അത് സംബന്ധിച്ച വിശദീകരണങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സിന് സമർപ്പിച്ചിരിക്കുകയാണെന്നും SDALന്റെ മാതൃകമ്പനിയായ സോളാർ ഇൻഡസ്ട്രീസിന്റെ ചെയർമാൻ സത്യനാരായണൻ നുവാൾ പറഞ്ഞു. ഉയർന്നുവരുന്ന പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ ഭാവി ആവശ്യകതകൾ കണക്കിലെടുത്ത് 15 കിലോമീറ്റർ മുതൽ 100 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ളതും 1 കിലോ മുതൽ 10 കിലോഗ്രാം വരെ സ്ഫോടനാത്മക പെലോഡ് വഹിക്കാൻ ശേഷിയുള്ളതുമായ നാഗാസ്ത്ര പരമ്പരയിലെ മൂന്നാമത്തെ ലോയിറ്ററിംഗ് മ്യൂണീഷൻ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് കമ്പനി മുൻകൈ എടുത്തു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 3 മണിക്കൂർ ദൈർഘ്യവും 100 കിലോമീറ്റർ ദൂരപരിധിയുമുള്ള ഒരു വാഹന വിക്ഷേപണ ലോയിറ്റർ മ്യൂണീഷൻ സിസ്റ്റമാണ് നാഗാസ്ത്ര 3. ഇതിന് 8.5 കിലോഗ്രാം വാർഹെഡ് വഹിക്കാനുള്ള ശേഷിയുണ്ട്. ഇന്ത്യൻ ആർമിയുടെ RTയുടെ മേക്ക് 2 പ്രൊജക്ടിന് കീഴിലാണ് ഈ സംവിധാനം കമ്പനി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാർഗവാസ്ത്ര എന്നത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത ഒരു കൗണ്ടർ ഡ്രോൺ സംവിധാനമാണ്. ഡ്രോണുകളെ വേഗത്തിൽ തടയുന്നതിനും കൂട്ടം കൂട്ടമായി ആക്രമിക്കാനും കഴിവുള്ള ചെറു ഗൈഡഡ് മിസൈൽ സംവിധാനത്താലാണ് ഭാർഗവാസ്ത്ര പ്രവർത്തിക്കുന്നത്. ഒന്നിലധികം ഡ്രോണുകൾ ഒരേ സമയം ഉപയോഗിക്കുന്നതിലൂടെ ഡ്രോൺ ആക്രമണങ്ങൾക്കെതിരെ സമ്പൂർണ്ണ സംരക്ഷണവും ഈ സംവിധാനം വാഗ്ദാനം ചെയ്യുന്നു. ശത്രുഭീഷണികളെ 6 കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിൽ കണ്ടെത്തുന്നതിനും 2.5 കിലോമീറ്റർ ദീർഘദൂര പരിധിക്കുള്ളിൽ നിർവീര്യമാക്കുന്നതിനും ഭാർഗവാസ്ത്ര സഹായിക്കുന്നു. ഇന്ന് ആഗോളതലത്തിൽ ഏറെ ഭീഷണി നിലനിൽക്കുന്ന ഒരു മേഖലയാണ് ഭൂമിക്കടിയിലെ സ്ഫോടക വസ്തു ശേഖരങ്ങൾ. നിലവിൽ ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട നിലയിലുള്ള സ്ഫോടന വസ്തുക്കളും മറ്റ് ആക്രമണ സാമഗ്രികളും കണ്ടെത്തുന്നതിനും നിർവീര്യമാക്കുന്നതിനുമുള്ള പൊതു സംവിധാനം സജ്ജമാക്കുന്നതിന് സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡ് മുൻകൈ എടുത്തിട്ടുണ്ട്. ചില കണക്കുകൾ പ്രകാരം ലോകമെമ്പാടും 11 ദശലക്ഷത്തിലധികം കുഴിച്ചിട്ട ലാൻഡ് മൈനുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡ് അഥവാ SDAL വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രോൺ അധിഷ്ഠിത സംവിധാനമായ ഭൗമാസ്ത്ര ഈ ആഗോള പ്രശ്നത്തിന് ഡ്രോൺ അധിഷ്ഠിത പരിഹാരം നൽകാൻ പോകുന്നതാണ്. ഇത് ലോകത്തിലെ തന്നെ ആദ്യത്തെ സംവിധാനമായാണ് SDAL അവകാശപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.